ഹലോ ഫ്രണ്ട്സ്, ഞാൻ അഷ്റഫ്. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നോനി ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ്. അതിലേക്ക് വേണ്ടത് നമുക്ക് 2 ഗ്ലാസ് ജാറുകളാണ്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അതായത് അന്നന്ന് കിട്ടുന്ന നോനി നമുക്ക് വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നോനി. ഇതിപ്പോൾ 2 ദിവസം കുറച്ചിട്ടൊന്ന് വാടിപ്പോയി. നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച ടെറസിൽ നിന്ന് ഞാൻ ടെറസിൽ നോനി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോനി ട്രീ കാണണമെന്നുള്ള ഒരു നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ. അതിൽ നോക്കിയാൽ നോനി ഉണ്ടായി കിടക്കുന്നത് കാണാം. മൂത്ത് കഴിയുമ്പോൾ ഇതിന് ഒരു മഞ്ഞയും വെള്ളയും കൂടിയുള്ള ആയിട്ടുള്ള കളറിലേക്ക് മാറും. അപ്പോൾ നമുക്ക് മൂത്തെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കുറച്ച് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ദിവസവും മൂത്ത് എല്ലാം കിട്ടണമെന്നില്ലല്ലോ. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞായിരിക്കും ഒരെണ്ണം കിട്ടണം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും 2 കിട്ടണം. അപ്പോൾ കിട്ടുന്നതനുസരിച്ച് ഈ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 മാസം ആയതാണ് ഈ താഴെ കിടക്കുന്നത്. ജ്യൂസ് ഊറി വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. ജ്യൂസ് ഊറി കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരു ചെറിയ ജാറിലേക്ക്, ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് വെക്കണം. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ ചെറിയ ജാറിലേക്ക് ഇതേപോലെ ഒഴിച്ചു വെക്കാം. ഇങ്ങനെയാണ് നോനി ജ്യൂസ് തയ്യാറാക്കേണ്ടത്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ എന്ന രീതിയിൽ ദിവസവും രാവിലെ കഴിക്കും. 1 ടീസ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ദിവസവും കുടിക്കാം. ശരീരത്തിന് നല്ലതാണ്. പ്രതിരോധ ശേഷി കൂട്ടാനും സർവ്വരോഗ സംഹാരിയാണിത്. അതെല്ലാ രോഗങ്ങൾക്കും എല്ലാ രോഗങ്ങളെയും തടഞ്ഞു നിർത്താൻ കഴിവുള്ളൊരു പാനീയമാണെന്നാണ് കണ്ടെത്തൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കഴിക്കാൻ ശ്രമിക്കുക. വണ്ണം കുറയാനും സൗന്ദര്യം നിലനിർത്താനും എല്ലാം നല്ലതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ സീഡ് വെള്ളപ്പൊക്കം വന്നാൽ മാത്രമല്ല കേട്ടോ അത് മുളക്കുന്നത്. വെള്ളപ്പൊക്കത്തിലൊഴുകി ഒന്ന് സീഡ് മുളക്കുന്നൊരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മാത്രമല്ല, എൻ്റെ ടെറസിലുള്ള നോനിപ്പഴം ഇടയ്ക്ക് അപ്രത്യക്ഷമാവും. അതായത് വാവല, കാക്ക അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും കൊണ്ടുപോയി മറ്റുള്ള സ്ഥലത്തിലിടണമായിരിക്കുള്ളൂ. അവിടുന്ന് മുളച്ച് കണ്ടുള്ളതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ മാത്രമല്ല അത് വലിച്ചു വന്ന് മുളക്കുന്നത്, അല്ലാതെ മുളക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് എനിക്ക് നോനിയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് വരുന്ന ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എൻ്റെ ആദ്യത്തെ ഈ വീഡിയോ, ലോങ് വീഡിയോയിലൂടെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയൊക്കെ എനിക്ക് നോനിയെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.